ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ അതാണ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ്. സംബന്ധിച്ച് വെച്ചാൽ നമ്മുടെ ഇൻറ്റീരിയർ ഉണ്ടാക്കിയ ഗൈസ്, വണ്ടിയുടെ ഇൻറ്റീരിയറാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമ്മളിന്ന് ഓടിക്കാൻ പോകുന്നത് ഗൈസ്. ഫസ്റ്റ് ട്രൈ ആണ്. എന്തായാലും ഞാൻ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് ഗൈസ്. കേസ് അപ്പോൾ നമുക്ക് ഓടിക്കാം. അതുപോലെ നമ്മുടെ വണ്ടിയുടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ ഉൾവശത്താണ്, ഈ പെട്ടിയുടെ ഉൾവശത്താണ് സ്റ്റിയറിങ്ങിൻ്റെ ഇതിൻ്റെ ഒക്കെ സെറ്റിങ്സ് വയ്ക്കുന്നത്. പിന്നെ ചാവി ആണല്ലോ, ചാവി ഇതാണ് ഗൈസ്. ചാവി കേസ് ഇതാണ്. ഇവിടെ കാണുന്നില്ല ഇത്. ഓക്കെ കേസ്, അപ്പോൾ അതാണ് നമ്മുടെ സാധനം. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ സ്പീഡോമീറ്ററൊക്കെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ്. ആ ചാവി ഞാനിപ്പോൾ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെ ഈ ഗിയറില്ലേ, ഈ സാധനമില്ലേ, അത് നമ്മുടെ വണ്ടി 4x4 4x2 ആക്കാനുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ സ്ക്രീനാണ്. ഇവിടെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതെല്ലാം വിശദമായിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മുടെ സസ്പെൻഷൻ കൂട്ടുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ ഇത് ഇത്ര ഫുള്ളൊക്കെ കഴിഞ്ഞാൽ വണ്ടിയുടെ സസ്പെൻഷൻ നമ്മൾ ഇങ്ങനെ കൊല്ലുന്നു. കാരണം പെട്ടെന്ന് നല്ല സ്പീഡ് നമ്മൾ പോകണം. അപ്പോൾ കേസ് നമുക്ക് വേണം റൈഡ് തുടങ്ങാം. കേസ് അപ്പോൾ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഓടിക്കാൻ പോകണം. അയ്യോ അതപ്പോൾ റിവേഴ്സ് അടിക്കണം. അത് റിവേഴ്സ് ആക്കണം. ബാക്ക് നോക്കട്ടെ. ഓടിക്കാണ് പോവാണ്. നമ്മളിപ്പോൾ ഇന്തോനേഷ്യയിലാണ് കേസ് ഓടിക്കുന്നത്. നമ്മുടെ ബസ്സിൻ്റെ ഇന്തോനേഷ്യയുടെ ഒരു പുതിയ ഫോർച്യൂണറാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മളെ മോഡ് കയറ്റിയിരുന്നെന്ന് വിചാരിച്ചാൽ മതി. അത് റിയൽ ലൈഫ് ഓടിക്കുന്നത്. എൻ്റെ വാച്ചൊക്കെയാണ് കേസ്. 4 ക്ലാസ് വെച്ച് എൻ്റെ അച്ഛനൊക്കെ മേടിച്ചതാണ്. നല്ല ബ്രാൻഡഡ് സാധനം ഉണ്ടോ, നല്ല ബ്രാൻഡഡ് സാധനം. 5000 മുകളിലൊന്നുണ്ട്. ഓക്കെ, അതൊക്കെ പറയട്ടെ. അതൊക്കെ പറയണേക്ക് മുമ്പ് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെ അറിയോ? ഈ റൗണ്ട് സാധനം ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ പക്ഷേ അതിൻ്റെ പട്ടിയുണ്ട്. അതിൻ്റെ പട്ടിയുടെ പേര് ബ്രൂണാണ്. ഇവിടെ തന്നെ 7 വയസ്സങ്ങാണ്ടായി. ജർമ്മൻ ഷെപ്പേർഡാണ് ഗൈസ്, ആണ് ജർമ്മൻ ഷെപ്പേർഡ്. അത് മെയിൽ വെർഷൻ. ഓക്കെ, നമുക്കിപ്പോൾ ഇത് പറയാം. ഇവിടെ ഈ സാധനമല്ലേ റൗണ്ട് എങ്ങനെ എടുത്താൽ അറിയോ, കിട്ടിയാൽ അറിയോ? സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, അവിടെ എന്താ പറയുക, ശരി അതെ ഗൈസ്. നമ്മുടെ ഈ ടാപ്പൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ കറക്കി ചുറ്റി ഫിക്സ് ചെയ്യാൻ നേരത്ത് അവിടെ ലീക്ക് ആവാതിരിക്കാനായിട്ട് ഒരു ടേപ്പ് ചുറ്റില്ലേ. ടേപ്പ് ചുറ്റുമ്പോൾ ആ ടേപ്പ് മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കവറില്ലേ, അതിൻ്റെ കോട്ടിംഗ് ആയിട്ടുള്ള ആ കവറാണ് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചിട്ട് ടൊയോട്ടയുടെ പിന്നെ ഹോണിൻ്റെയും ടൊയോട്ടയുടെ ലോഗോ അവിടെ വെച്ചിട്ടുണ്ട്, ടൊയോട്ടനെ എഴുതിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അവൻ്റെ ഹോണിൻ്റെ പടം വെച്ചിട്ടുണ്ട്. ഈ ദിവസം നമുക്ക് ഓടിക്കാം. എന്തായാലും ഇത് നിങ്ങൾക്കിത് കാണുമ്പോൾ ഒരു റിഫ്ലക്റ്റ് ആയിട്ടാണ് ഗൈസ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇൻഡിക്കേറ്ററും ഇത് വൈപ്പറും. ഇത് വൈപ്പറും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് പൊളിഞ്ഞു പോയി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ. പിന്നെ ഇത് എന്താ പറയുക, വൈപ്പറിൻ്റെ ലിവർ. ഒക്കെ ശരിക്കും കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇപ്പുറത്തുള്ളത് വൈപ്പർ, ഇപ്പുറത്തുള്ളത് ഇൻഡിക്കേറ്റർ. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ റൈഡ് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ലിറ്റർ ഞാൻ തുടങ്ങിയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇൻഡിക്കേറ്റർ നമ്മളിപ്പോൾ ഇന്തോനേഷ്യയിലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെ അപ്പോൾ ഇന്തോനേഷ്യയിലെ മലാങ്ങിന്ന് ജാംബിയിലോട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. മലാങ്ങിന്ന് ജാംബിയിലോട്ട് നമ്മൾ പോകുന്നത്. നമ്മുടെ ഫോർച്യൂണർ ചെണ്ട പോകുന്നത്. ഫോർച്യൂണറിൻ്റെ ഏറ്റവും പടക്കം മോഡൽ, ഫോർച്യൂണറിൻ്റെ ഓഫ് റോഡ് കിങ്.
അതാണ് കേസ്. അതിന് ശരിക്കുള്ള മോഡലിൻ്റെ പേര് എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. നമുക്കപ്പോൾ അടുത്ത ഗിയർ മാറ്റാം. ഈ നമ്മുടെ ഈ വില്ലേജില്ലേ, നമ്മുടെ മലാങ് വില്ലേജിലോട്ട് നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. വില്ലേജ് വഴി പോയി കഴിയുമ്പോൾ നമുക്ക് അയ്യോ ഞാനേ അവിടെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അയ്യോ അവിടെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അവിടെ നിർത്താൻ വേണ്ടി. ഓക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലാങ് വില്ലേജ് വഴി പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ വണ്ടി എടുത്തത്. അപ്പോൾ മലാങ് വില്ലേജിലോട്ട് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഇടണം. മലാങ് വില്ലേജ് വില്ലേജ് അല്ല വില്ലേജിൽ നിന്നാണ് ഓഫ് റോഡ്. വില്ലേജിൽ കൂടെ പോയാലാണ് ഓഫ് റോഡ്. അപ്പോൾ വില്ലേജിലോട്ട് പോകാനായിട്ട് മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ്, ഇവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മെയിൻ റോഡിലോട്ട് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് ഇടണം. ഇവിടെ വേണ്ടല്ല നിങ്ങൾക്ക് എത്ര ദിവസം പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ നിൽക്കാനല്ല പറഞ്ഞു. ഓക്കെ, സമയം ലെഫ്റ്റ് ആണ്. അപ്പോൾ അവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് റൈറ്റ് തിരിയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട മലാങ് സിറ്റിയിലോട്ട് നമുക്കിന്ന് ഓഫ് റോഡാണ് പോകേണ്ടത്. അപ്പം മലാങ് ഓഫ് റോഡ് റോഡാണ് ഗൈസ്. ഓഫ് റോഡ് ഏരിയ ആണ് ഗൈസ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ഹാൻഡ് ബ്രേക്ക് റിലീസ് ആണ്. സെക്കൻഡ് ഗിയറിൽ ഇട്ടുണ്ട് പോകണം. കാരണം ഇവിടെ കുറച്ച് ബ്ലോക്ക് ബസ് സ്റ്റാൻഡിൽ കുറച്ച് വണ്ടികളൊക്കെ പുറത്തോട്ട് ഇറങ്ങാനുണ്ട്. ആ മെയിൻ റോഡിൽ ഇപ്പോൾ റെഡ് ലൈറ്റ് കാണിച്ചാണ്. അതായത് മറ്റേ റെഡ് ലൈറ്റ് അവിടെ ഹൈവേയിലോട്ട് ഇറങ്ങണതല്ല, റെഡ് ലൈറ്റാണ്. അവിടെ ആൾക്കാർ കുറച്ചൊന്ന് നിൽക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിക്കണം. ഇൻഡിക്കേറ്റർ എടുത്ത് എന്താ പറഞ്ഞത് എത്ര തിരിച്ചാൽ അത്ര മതി. ഓക്കെ, ഇനി പോകാം. സെക്കൻഡ് ഗിയറിന് മതി. ഹൂ ഈസ് ദാറ്റ്? അതെന്ത് ചാനലത്? നമുക്ക് പോകാം. ഇത് തേർഡ് ഗിയർ ഇടാം. ഫോർത്ത് ഗിയർ ഫോർത്ത് ഫിഫ്ത്ത് ബസ്സിൽ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് റൈറ്റിലോട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ബസ് തിരിക്കുക. ഒരു അണ്ണാസിൻ്റെ ബസ്സാണ് കേട്ടോ. അണ്ണാസിൻ്റെ ഒരു ബസ്സാണ്. ഞാൻ ഹോൺ അടിക്കാം. ഹോൺ അടിച്ചിട്ട് പറഞ്ഞല്ലോ ഞാൻ ഇൻഡിക്കേറ്റർ മാട്ടെ. കയറണം കേസ്. ഫോർത്ത് ഫിഫ്ത്ത് ഓക്കെ. നമ്മൾ കയറിയുണ്ട്. ഇതൊക്കെ താരെ പോവാം. ഞാനിവിടെ മാപ്പിൽ നോക്കിയപ്പോൾ ഇനി ഇവിടെ ഒരു 5 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ എന്താ പറയുക, ഒരു ചായക്കടയുണ്ട്. അപ്പോൾ ആ ചായക്കടയിലോട്ട് പോകാം. 5 കിലോമീറ്റർ അല്ലേ? ഇവിടെ 5 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ നമുക്കിവിടെ ചായക്കടയുണ്ട്. ഇപ്പം 10 കിലോമീറ്ററാണ് കേസ്. 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചായക്കട ഉണ്ടാവും. ചായക്കട നമുക്ക് അവിടെ പോകണം. അവിടെ പോയിട്ട് ചായക്കടയുടെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് കേസ്.
ഗൈസ് തിരിപ്പോയി സംഭവം വെച്ച് കഴിഞ്ഞാൽ ചായക്കട ഇവിടെ ഒരു 15 ലിറ്റർ അല്ല ലിറ്ററോ 15 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചായക്കട ഉണ്ട്, ഒരു ഹോട്ടൽ ആനന്ദ് ഭവൻ. അപ്പോൾ ആനന്ദ് ഭവനാണ് കേട്ടോ. ആനന്ദ് ഭവൻ ഇൻ്റർനാഷണൽ ലാബ്, നാഷണൽ ലാബ് അപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ആനന്ദ് ഭവൻ ഹോട്ടലിൽ പോയിട്ട് നമുക്ക് ഇത് കഴിക്കാം. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്രോൾ പമ്പിൽ പോകണം ഗൈസ്. പെട്രോൾ പമ്പിൽ പോകണം. പക്ഷെ എന്നാലും നമ്മുടെ പെട്രോൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. പെട്രോളിൻ്റെയാണ്. പെട്രോൾ ഇപ്പോൾ 5 ഗൈസ്. ഇപ്പോൾ 20 ലിറ്റർ ഉണ്ട് ഗൈസ്. അല്ലല്ല 3 60 ലിറ്റർ. അപ്പോൾ നമുക്കിപ്പോൾ 40 ലിറ്റർ ഉണ്ട് ഗൈസ്. അപ്പോൾ കുറച്ചും കൂടി പെട്രോൾ അടിച്ചിട്ട് പോവാം കേട്ടോ. കാരണം സ്ഥലം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കിലോമീറ്റേഴ്സ് ദൂരെയാണ്. അപ്പോൾ നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഗൈസ് നമ്മൾ പോവാണ്. സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത്, ഫോറാക്കാം ഗൈസ്. ഫോറാക്കാം. ഗൈസ് നമ്മൾ 4 ആക്കിയിട്ടുണ്ട്. സംബന്ധിച്ചാൽ 4 ആക്കി കഴിയുമ്പോൾ ഒരു വലിവുണ്ടാവും. വലിവുണ്ടായി കഴിഞ്ഞിട്ടാണ് ആ ഒരു വലിവുണ്ടായി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ 4 ആവാം. ബാക്കി കേസിന് പോവാം. നമ്മൾ ഓവർടേക്കാൻ വേണ്ട. 4th ഗിയറിലിട്ടുണ്ട്, അല്ല 5th ഗിയറിലുണ്ട്. 5th ഗിയറിലിട്ടിട്ട് നമ്മൾ ഓവർടേക്കാൻ ഉണ്ട്. അല്ല 5th ഗിയർ ടൊയോട്ടയ്ക്ക് എല്ലാത്തിനും 5th ഗിയർ വരുന്നുള്ളൂ. 6th ഗിയർ റിവേഴ്സാണ്. മഹീന്ദ്രയുടെ XUV മാത്രമാണോ അറിയില്ല. ഇവിടെ മറ്റേ 7 ഗിയർ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വരെ ഉണ്ട് സ്പീഡ്. 6 വരെ ആണ്. പിന്നെ 7ാമത്തെ ഗിയർ റിവേഴ്സാണ് ഗൈസ്. അങ്ങനെയാണ് ഗൈസ്. അങ്ങനെയാണ്. മഹീന്ദ്രയുടെ XUV മാത്രമാണോ അറിയില്ല. അത് മഹീന്ദ്രയുടെ മോഡൽ ഫുള്ളാണെന്ന് അറിയില്ല. പൊന്നു പിടിച്ചനല്ലോ. ആ റോഡിലും പോയി പിടിച്ചനപ്പോൾ പൊന്നോ. ഓർഡർ ചെയ്യാൻ വേണ്ട ഗൈസ്. എന്ത് ഇൻഡിക്കേറ്റർ വർക്കാവണ്ടേ? ഓക്കെ ഗൈസ്. ആ സമയം കേട്ടിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ മാറിയില്ലേ? ഗൈസ് ഇവിടെ എന്താണ് ഇൻഡിക്കേറ്ററിന് പ്രശ്നമുണ്ട് കേട്ടോ ഗൈസ്. അത് ശരിയാക്കണം നമുക്ക്. റിപ്പയർ ഷോപ്പ് ഇവിടെ അടുത്തേക്കുന്നുണ്ടോ? റിപ്പയർ ഷോപ്പ് ചായക്കടയിലോട്ട് പോണ സ്ഥലത്ത് പോണ വഴിയിൽ റിപ്പയർ ഷോപ്പ് ഉണ്ടെന്നോ? ഉണ്ട് ഗൈസ്, ഉണ്ട്. ഭാഗ്യമാണ് ദേവാദിനം കൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. അപ്പോൾ ഗൈസ് വണ്ടിയുടെ സൗണ്ടാണ് ഗൈസ്. വേണം ഗൈസ്. ഒരു സെക്കൻഡ് ഗ്യാസ് ഉണ്ട്. വീണ്ടും ബെസ്റ്റ് ഉണ്ടാക്കണം. സാമ്പാറാണ് ഗൈസ്. തുള്ളി പോയി. സസ്പെൻഷൻ ഞാൻ അത്രയ്ക്കും കൂട്ടിയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. അത് കാരണം അധികം എന്താ സ്പീഡിൽ പോയിട്ടും ഒന്നും പറ്റിയില്ല. അധികമൊന്നും പറ്റിയില്ല കേട്ടോ. വീണ്ടും ഹമ്പുണ്ട് ഗൈസ്. അതുകൊണ്ട് കിടന്നു എപ്പോഴോ ഹമ്പെന്ന് ഇങ്ങനെ സ്റ്റീറിനൊക്കെ തിരിഞ്ഞു. ടയർ തിരിയുന്നുണ്ടോ എൻ്റെ? എന്താ സംഭവം? ഇതെന്തത് ഇങ്ങനെ?
വല്ലാണ്ട് വണ്ടി മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്നതാണ്. പക്ഷേ ആക്സിലേറ്റർ ചവിട്ടി തന്നെ ആക്സിലേറ്ററിന് കാലെടുത്ത് ക്ലച്ചിലോട്ട് ചവിട്ടി ബ്രേക്കോട്ട് അപ്പം തന്നെ വിട്ടിട്ട് ഫോൺ അടിക്കുന്നുണ്ട്. മനസ്സിലാവും ഇതെന്ത് സംഭവം എനിക്ക് മനസ്സിലാവും കേട്ടോ. ഇതെന്തൊരു ഇങ്ങനെ റിപ്പയർ ഷോപ്പിൽ തന്നെ കൊണ്ടു കൊടുക്കാം. റിപ്പയർ ഷോപ്പ് എത്ര ഇടുന്നോ നോക്കട്ടെ കേട്ടോ. റിപ്പയർ ഷോപ്പ് ഇവിടെ എത്താറായിട്ടുണ്ടെന്ന് ഇപ്പത്തും ഇനി ആകെ 500 മീറ്റർ കൂടി ഉണ്ട്. ഓക്കെ കുറച്ച് സെറ്റാക്കാം. ഗ്യാസ് നമുക്ക് ഓടിക്കാം. അപ്പോൾ തേർഡിൽ ടച്ചൊക്കെ ഉണ്ടത് കാരണം തന്നെ എത്തും. കുറച്ചുകൂടെ ലെഫ്റ്റ് സൈഡിൽ കാണാനാണ് ഗ്യാസ് ഇവിടെ ഇത് സെക്കൻഡിലിട്ടുണ്ട്. ഗിയർ ലെഫ്റ്റ് സൈഡിൽ കാണാനാണ് നമുക്ക് ഇൻവെർട്ടർ. ഒരു മിനിറ്റ് ഗ്യാസ് പുള്ളിക്കാരനോട് പോയി സംസാരിച്ചിട്ട് കേട്ടോ. ഓക്കെ ഗ്യാസ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ശരിയാക്കി തരാമെന്നാണ്. അതൊരു നല്ല ചേട്ടനാട്ടോ ഗ്യാസ്. എനിക്കെല്ലാം ശരിയാക്കി തരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗ്യാസ്. അപ്പോൾ ഞങ്ങളുടെ ഇന്തോനേഷ്യയിലാണ് ഇപ്പോൾ വന്നേക്കണേ. അപ്പോൾ ഇന്തോനേഷ്യൻ റുപ്പീസ് എൻ്റെ ഉണ്ട്, ഇന്തോനേഷ്യൻ കറൻസിയിലുള്ള റുപ്പീസ് എൻ്റെ ഉണ്ട്. അത് കാരണം പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഇത് പിന്നെ ഒരു ലോങ് വീഡിയോ ആകാൻ സാധ്യതയുണ്ട് ഗ്യാസ്. ഓക്കെ നമുക്കിപ്പോൾ പറയാം. പുള്ളിക്കാരൻ പറഞ്ഞ റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്ര ചോദിച്ചാൽ കേട്ടോ ഗ്യാസ് ആണോട്ടോ. ഓക്കെ ഗ്യാസ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററില്ലേ അതിൻ്റെ ആ സെൻസർ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ ഭയങ്കരമായിട്ട് അത് പൊന്തിച്ച് കഴിയുമ്പോൾ ആ വയറ് ആ സെൻസറിലോട്ട് കണക്റ്റ് ആവും. ഭയങ്കരമായിട്ട് പൊന്തിച്ച് കഴിയുമ്പോൾ ആ വയറ് സെൻസറിലോട്ട് കണക്റ്റ് ആവും. അത് കാരണമാണ് ജസ്റ്റ് ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും അത് ആവാത്തത്, ഇൻഡിക്കേറ്റർ ആകാത്തത്. പക്ഷേ അതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ ഇതൊരു ബൂസ്റ്ററാണ് ഗസ്. ബൂസ്റ്റർ നൈട്രോ പൊട്ടിച്ചാണ് ഗസ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് മറ്റേ പുള്ളിക്കാരൻ മോഡിഫൈ ചെയ്തിട്ടാണ് തന്നത്. പിന്നെ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേട്ടോ. പക്ഷേ അതിൻ്റെ RC ബുക്കിലൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല. ആക്സിഡൻറ്റൊന്നും പറ്റിയിട്ടില്ല കേസ്. പിന്നെ എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. കംപ്ലൈൻ്റ് ആയിട്ടാണെന്ന് വിൽക്കാൻ കൊടുത്തത്. കുറച്ച് കള്ളൻ എൻ്റെ പൈസയും പോയി. എന്തെങ്കിലും കേസ് എന്തെങ്കിലും നമുക്ക് മേടിക്കാം, അല്ല റിപ്പയർ ചെയ്യാം. ഇങ്ങനെ പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 35 റുപ്പീസാണ്. 35 റുപ്പീസാണ്. ഓക്കെ 35 റുപ്പീസല്ല ഗൈസ്. ഒരു മറ്റേ ഈ 40 റുപ്പീസാണ്. അത് ഇന്തോനേഷ്യൻ കറൻസിയിൽ അത് 40 റുപ്പീസാണ് കേട്ടോ. ഓക്കെ അപ്പോൾ ഗൈസ് ആ ചേട്ടൻ പറഞ്ഞ 40 റുപ്പീസ് കൊടുത്തിട്ട് നമുക്കത് ശരിയാക്കിട്ടാണ്. അപ്പോൾ അവിടെ വണ്ടി റിപ്പയർ ആയി കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരമായി കേട്ടോ. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് എത്താൻ പറ്റുമെന്ന് തോന്നണോ? അപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ചേടാ ബസ് മാറിപ്പോയി. ഇവിടെ MPH അല്ലായിരുന്നു ഗൈസ്. RPM മീറ്ററിൻ്റെ അവിടെ MPH അല്ലായിരുന്നു. MPH ആണെന്നാണ് തോന്നുന്നത്. എനിക്കത് ഓർമ്മയില്ല ഗൈസ്. നമുക്ക് ശരിയാക്കിയിട്ട് ഒന്ന് നോക്കട്ടെ. നോക്കാൻ വെച്ചാൽ ഇപ്പോൾ ഇല്ലാട്ടോ ഗൈസ്. ട്രിപ്പ് പോകാനുള്ളതല്ലേ. അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചാൽ ട്രിപ്പ് പോകാനുള്ളതല്ലേ. അതുകൊണ്ട് നമുക്കിവിടെ പോവാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ സെക്കൻഡിൽ ഇട്ടാണ്ട് കേസ് തുടങ്ങി. കാരണം വണ്ടിക്ക് ആദ്യമേ വലിവ് പാടില്ല, ഭയങ്കര പവർ പാടില്ല.
അത് സ്മൂത്തായിട്ട് ഇറങ്ങി പോകും. കാരണം ഫസ്റ്റ് ഗിയർ ഭയങ്കര പവറുള്ള ഗിയർ. ആദ്യം തന്നെ നല്ല സ്മൂത്ത് ഇറങ്ങി പോകണമെങ്കിൽ ഫസ്റ്റ് ഉണ്ട്, ഒരു സെക്കൻഡ് ഉണ്ട്. എന്നൊക്കെ ഫസ്റ്റ് ഇടാം. സൗണ്ട് വ്യത്യാസം ഉണ്ടല്ലോ കേസ് വണ്ടിക്ക്. ഫോണിന് വ്യത്യാസം ഉണ്ടോ? അവിടെയോട് പോകണുണ്ടോ? ഓ ഇൻട്രോ പൊട്ടിക്കുന്നൊക്കെ പോയിട്ടോ. അങ്ങനെ ഇൻട്രോ പൊട്ടിക്കുന്ന മോഡിഫിക്കേഷൻ പുള്ളിക്കാർ ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഒന്നും മേടിച്ചത്. ഈ വണ്ടി 2014 മോഡലാണ് കേട്ടോ. 2014 2010 മോഡലാണ്. അല്ല 2012 മോഡൽ. 2012 മോഡൽ. ഏകദേശം നമുക്കിപ്പോൾ പോവാം. ഓക്കെ, ഗ്യാസ് വേണ്ടി ചായക്കട കഴിഞ്ഞ ചായക്കട അത്ര വന്നു. ഗസ് ഇപ്പോൾ കൊണ്ടിരിക്കണ്ടായിരുന്നു. തേർഡിലിട്ടുണ്ട് നമുക്ക് നേരെ പോകാം. റൈറ്റിലോട്ട് ഇരിക്കട്ടെ. സൈഡ് നോക്കട്ടെ. സൈഡ് ഹലോ ഗൈസ്. ഓക്കെ, ഞാൻ കൊടുത്തിരിക്കാം. തിരിച്ചു പാർക്ക് ലൈറ്റ് എടുത്ത് ഗൈസ്. നമ്മുടെ പാർക്ക് ലൈറ്റിനോട് വരയ്ക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഇൻഡിക്കേറ്റർ അവിടെ ഓക്കെ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്കിൻ്റെ ബാക്കി കളിക്കാം. പക്ഷേ ഇന്ന് അത്യാവശ്യം നല്ല ലോങ് വീഡിയോ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോ കാണാം.